വനിതാ എസ്ഐമാർക്കെതിരെ വി വിനോദ് കുമാർ IPS തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാട്ടി DGPക്ക് പരാതി നൽകി മോശ സന്ദേശം അയച്ചിട്ടില്ലെന്നും വി വിനോദ് കുമാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ആർ അനന്തകൃഷ്ണനായിരുന്നു. അനന്തൻ, പോലീസിലെ വാട്സാപ്പ് വിവാദത്തിലാണ് ഇപ്പോൾ വനിതാ എസ്ഐമാർക്കെതിരെ നിലപാടുമായി രംഗത്ത് വരുന്നത് വി വിനോദ് കുമാർ IPS. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഏത് തരത്തിൽ ഗൗരവത്തിലാണ് DGP ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്? രതീഷ്, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി ഇരുന്ന സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ വനിതാ പോലീസുകാർക്കെതിരെ വാട്സപ്പ് സന്ദേശം അയച്ചു എന്നുള്ള ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ DIG ഇവരുടെ മൊഴി രേഖപ്പെടുത്തി DGPക്ക് റിപ്പോർട്ട് നൽകി എന്നുള്ള വാർത്ത രാവിലെ മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ലോ ആൻഡ് ഓർഡർ ADGPയുടെ AIG വി വിനോദ് കുമാർ ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ വനിതാ പോലീസുകാർ നൽകിയ പരാതി അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് വി വിനോദ് കുമാർ IPS ഇപ്പോൾ ഇങ്ങനൊരു പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വിനോദ് കുമാറിനെതിരെയാണ് ഈ വനിതാ SIമാർ പരാതി നൽകിയതെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല, ഈ പരാതി വന്നിട്ടും അതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബേഗത്തിൻ്റെ അന്വേഷണം നടന്നിട്ടും ഇപ്പോൾ കുറേ ദിവസങ്ങളായി. ആ ദിവസങ്ങളിലൊന്നും ഇങ്ങനൊരു പരാതി ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാർത്ത പുറത്തു വന്നു. അത് പോലീസ് സേനയിലും സർക്കാർ തലത്തിലും വലിയ ചർച്ചയായ ശേഷമാണ് DGPക്ക് ഇങ്ങനെ ഒരു പരാതി, തനിക്കെതിരെയുള്ള ഈ വനിതാ പോലീസുകാരുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു ആരോപണം വിനോദ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് വിനോദ് കുമാറിനെതിരെ ഇപ്പോൾ നേരത്തെ വനിതാ പോലീസുകാർ നൽകിയിരുന്നത്. അതിൽ 2 വനിതാ SIമാർ അവരാണ് DIG അജിത ബേഗത്തിന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്തത്. വാട്സപ്പിലൂടെ ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയക്കുകയും ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ശല്യമുണ്ടാക്കുകയും ഒപ്പം തന്നെ കോൾ എടുത്തില്ല, അങ്ങനെ അല്ലെങ്കിൽ ഈ സന്ദേശത്തിന് മറുപടി അയച്ചില്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷാ നടപടികൾ അതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പരാതിയാണ് അവർ നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് തിരുവനന്തപുരം റേഞ്ച് DIG പരാതി നൽകിയിരുന്നത്. ഏതായാലും ഇപ്പോൾ വിനോദ് കുമാർ ഈ പരാതിയുടെ അടിസ്ഥാനം ഗൂഢാലോചനയാണ് എന്നുള്ള ഒരു മറുപരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണ്. രതീഷ്, ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. പോലീസിലും വാട്സപ്പ് വിവാദം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗൗരവതരമായ ഇടപെടൽ പോലീസ് തലപ്പത്ത് നിന്ന് ഉണ്ടാകുമോ, സർക്കാർ തലപ്പത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്.